വൈജയെ സമാധാനിപ്പിച്ചുകൊണ്ട് ബാലചന്ദ്രനോട് സംസാരിക്കാനായി മുകളിലെ റൂമിലേക്ക് നടക്കുകയാണ് ഗംഗേട്ടൻ. ബാലചന്ദ്രനോട് എങ്ങനെയാണ് ഈ ആവശ്യം പറയേണ്ടതെന്നും എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടതെന്നും ഒരു ധാരണയുമില്ല ഗംഗാധരന്. എങ്കിലും വൈജ പറയുന്നതിൽ ഒരല്പമെങ്കിലും മര്യാദയുണ്ടല്ലോ എന്ന് തോന്നിയിട്ടാണ് ഗംഗാധരൻ ബാലചന്ദ്രനോട് സംസാരിക്കാനായി പോകുന്നത്. ബാലചന്ദ്രൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ കയറിയിരിക്കുക ഗംഗേട്ടാ എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് അകത്തേക്ക് കയറി ചെന്നിട്ട് ഗംഗേട്ടൻ ബാലചന്ദ്രൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ എന്താ ഒരു അന്യൻ്റെ മുമ്പിലേക്ക് വന്ന പോലെ, ഗംഗേട്ടൻ ഇരിക്കേ എന്ന് ബാലചന്ദ്രൻ വളരെ വിനയത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ബാലചന്ദ്രനോടായി ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നീ വൈജയുടെ അവസ്ഥ കണ്ടതല്ലേ? വൈജയുടെ അവസ്ഥയോ? അവൾക്ക് എന്തവസ്ഥ? അവൾ ഇതിനപ്പുറത്തെയും അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളല്ലേ. പിന്നെ ഇതൊക്കെ വളരെ എളുപ്പമല്ലേ. പിന്നെ ഈ കാട്ടിക്കൂട്ടുന്നത് ഗംഗേട്ടന് എത്ര ശതമാനം അവളെ വിശ്വസിക്കുന്നുണ്ട്? അത് പിന്നെ ഗംഗാധര, നമുക്ക് വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അവളൊരമ്മയല്ലേ. ഒരമ്മയ്ക്കും ഒരു മക്കളെയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവളെ ചതിച്ചതും നിന്നെ ചതിച്ചതും സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെയല്ലേ. ബാല, അവൾ പറയുന്നതിൽ ഒരല്പമെങ്കിലും മര്യാദയുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കാനായി വന്നത്. അവളുടെ ആവശ്യം ന്യായമായതല്ലേ. നീ ഒന്ന് സമ്മതിക്കണം. ഞാൻ സമ്മതിക്കണം അല്ലേ? എങ്കിൽ അവളെ കൊല്ലാൻ നോക്കിയതും ഒരമ്മ തന്നെയല്ലേ. അത് പിന്നെ അവൾക്കറിയില്ലായിരുന്നല്ലോ അലീന അവളുടെ മകളാണെന്ന്. അവൾ മകളാണെന്നറിയണ്ട ഗംഗേട്ട. അവളൊരു സ്ത്രീയല്ലേ. അവൾ ഗംഗേട്ടൻ പറഞ്ഞ പോലെ 3 മക്കളുടെ അമ്മയും. ആ അമ്മയ്ക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെ ആയാലും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കാനൊക്കെ പറ്റുന്നത്? അത് നമുക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ടായതാണ്. അത് നിൻ്റെ മകള് ബബിത ചെയ്ത തെറ്റാണ്. അവളെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് എന്തെങ്കിലും കാണിച്ചൊന്ന് പേടിപ്പിക്കാമെന്ന് മാത്രമേ വൈജ ബബിതയോട് അഭിപ്രായം ചോദിച്ചുള്ളൂ. ബബിത അത് കേട്ട പാതി കേൾക്കാത്ത പാതി പോയി പോയിസം മേടിച്ചുകൊണ്ട് അന്ന് ജ്യൂസിൽ കലക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. ഓ മതി ഗംഗേട്ടാ മതി. പുതിയതായിട്ടിനി കഥകളൊന്നും മെനയണ്ട. ഈ കഥകളൊക്കെ ഞാൻ കുറേ കേട്ടുപോയതല്ലേ. ഇനിയും ഇപ്പോൾ ഈ കഥകളൊന്നും എനിക്ക് കേൾക്കണം എന്നില്ല. എന്തായാലും ഗംഗേട്ടൻ വന്ന കാര്യം പറഞ്ഞോ. ബാലചന്ദ്ര, അവിടെ വൈജ വല്ലാത്തൊരവസ്ഥയിലാണ്. അവൾ മാനസിക നില തെറ്റിയ പോലെയാണ് അവൾ പെരുമാറുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ ഇനി എന്താ നമ്മൾ വേണ്ടത്? അല്ലെങ്കിൽ ഞാൻ എന്താ വേണ്ടത്? ഇനി നീയാണ് എനിക്ക് അതിനുള്ള മറുപടി പറഞ്ഞു തരേണ്ടത്. അല്ല, എനിക്കത് മനസ്സിലായില്ല. ഞാൻ എന്ത് പറഞ്ഞു തരണം എന്നാണ് പറയണത്? അത് പിന്നെ അവൾ വളരെ വാശിയിലും വൈരാഗ്യത്തിലും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഓ, അത് വലിയ കാര്യമൊന്നും ആക്കണ്ട ഗംഗേട്ടാ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാ, അവളുടെ ഈ വാശിയും വൈരാഗ്യമൊക്കെ. അതൊക്കെ എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അതുവരെ ഒന്ന് സമാധാനപ്പെട്. അങ്ങനെയല്ല അവൾ പറയുന്നത്. അവൾക്ക് അലീനയെങ്കിലും ഒന്ന് കാണണമെന്നാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കണ്ട, അലീനയെ അവൾക്കൊന്ന് കണ്ടാൽ മതിയെന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതിനുള്ളൊരു മറുപടിയുമായിട്ട് വേണം എനിക്ക് താഴോട്ട് ചെല്ലാൻ. നീ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തായോ ബാലചന്ദ്ര. ഓ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കണം. അല്ല, അലീന അവളുടെ ആരാണെന്നാണ് പറഞ്ഞത്? ബാലചന്ദ്ര, നീ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നാടകം കളിക്കരുത്, അതും എന്നോട്. എടാ, അലീന അവളുടെ മകളല്ലേ? ആണല്ലേ ഗംഗേട്ടാ? അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ സ്ഥാനം എന്താണ് ഗംഗേട്ടാ? ബാലചന്ദ്രൻ സ്വയം മറന്ന് കുറച്ച് ശബ്ദമുയർത്തി തന്നെയാണ് ഗംഗേട്ടനോട് അത് ചോദിച്ചത്. ഗംഗാധരൻ മറുപടി പോലും ഇല്ലാതെ നിൽപ്പായി. പെട്ടെന്ന് തന്നെ ഗംഗാധരൻ പറഞ്ഞു, അത് ശരി, അതിതുവരെ നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് മാത്രമാണ് അലീന എന്ന് പറയുന്ന പെൺകുട്ടിയിൽ സ്ഥാനവും അധികാരവും ഉള്ളത്. അവളിവിടെ കാണാൻ വന്നത് അവളെ ജനിപ്പിച്ച പ്രസവിച്ച അവളെ അമ്മയെ മാത്രമാണ്. എന്നാൽ അവൾക്ക് കിട്ടിയത് കർമ്മം കൊണ്ട് അവളുടെ അച്ഛനായൊരു മനുഷ്യനെയും.
ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് ബാലചന്ദ്ര നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്? ബാലചന്ദ്ര, നീ അലീനയെ ഒന്ന് വിളിക്കാമോ? അവളോട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാനൊന്ന് പറയാമോ? അവൾ പഴയ പോലെ ഇവിടെ തന്നെ നിന്നോട്ടെ. വൈജയിൽ നിന്നും ഒരു ഉപദ്രവവും അവൾക്കില്ലാതെ ഞാൻ നോക്കിക്കോളാം. ഗംഗേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഗംഗേട്ടൻ ഇവിടെ നിന്നിട്ട് അലീനയെയും വൈജയെയും വൈജ അലീനയെ ഒന്നും ചെയ്യില്ലെന്ന് ഇങ്ങനെ കണ്ണ് നട്ട് നോക്കി നിന്നോളാന്നോ? അതാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. അല്ലെങ്കിൽ തന്നെ ബാലചന്ദ്ര, നിനക്ക് തോന്നുന്നുണ്ടോ ഇനി അലീനയെ വൈജ ഉപദ്രവിക്കുമെന്ന്? വൈജ ഇപ്പോൾ ഇന്നലെ മുതൽ അവളൊരു സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. അവളിപ്പോഴും മെഡിസിൻ കഴിക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ നമ്മൾ എന്താ ചെയ്യുക? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു ഘട്ടമായിരുന്നു ഇതൊക്കെ അറിയുമ്പോൾ വൈജ എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന്. എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വൈജയ്ക്ക് അവളുടെ മകളെ ഒന്ന് കാണണമെന്ന് മാത്രമാണ്. അതിനെന്താണ് ഒരു വഴി? നീ അതൊന്ന് പറയേ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗംഗേട്ടൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വൈജയെ അലീനയെയും തമ്മിൽ കാണിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയാതെ തന്നെ അലീന എന്തായാലും ഇവിടെ വരാനും പോകുന്നില്ല. വേണ്ട, തൽക്കാലം ഇപ്പോൾ ഇങ്ങോട്ട് വരുത്തണമെന്ന് ഞാനും പറയുന്നില്ല. ഇവിടെ ബബിതയും രോഹിത്തൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവരെ ഒന്നും ഇപ്പോഴൊന്നും അറിയിക്കണ്ട. അപ്പോൾ അമ്മയോ ഗംഗേട്ട? അമ്മയോടിപ്പോൾ എല്ലാം പറയേണ്ടി വന്നു. ഓ, അമ്മയും അറിഞ്ഞോ അവൾ പേരക്കുട്ടിയാണെന്ന്? എന്തൊക്കെയായിരുന്നു ഞാനും അവളും തമ്മിലുള്ള ബന്ധം, എനിക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകൾ, എല്ലാ കഥയും തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ സ്വന്തം പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് അമ്മയുടെ അവസ്ഥ? എന്ത് ചോദ്യമാണ് ബാലചന്ദ്ര നീ ഈ ചോദിക്കുന്നത്? എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ എന്ന് നിനക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. വൈജയുടെ അവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ വൈജയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എല്ലാത്തിനും കാരണക്കാർ ഞങ്ങൾ തന്നെയാണല്ലോ. അല്ലായിരുന്നെങ്കിൽ അവൾ ആ കുഞ്ഞുമായി ജീവിച്ചു പോയേനെ ബാലചന്ദ്ര. അവൾ ഒരുപാട് വട്ടം ഞങ്ങളോടത് പറഞ്ഞതുമാണ്. അച്ഛൻ അവളോട് അതിന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് അവളെ ഇവിടെ നിന്നും പ്രസവത്തിനായിട്ടും അങ്ങോട്ട് മാറ്റിയത്. പക്ഷേ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ സ്വഭാവം അച്ഛനും മാറ്റി. അല്ലെങ്കിലും പേരുകേട്ട തറവാടിൻ്റെ പ്രശസ്തി മകൾ കാരണം തകരാൻ ഒരച്ഛന് സമ്മതിക്കില്ലല്ലോ. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എന്നൊരു പാഴ്മരവും ഉണ്ടായിരുന്നു അല്ലേ ഗംഗേട്ടാ? എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടാമെന്ന തീരുമാനവും. നീ ഇപ്പോഴും ഇതൊക്കെ മനസ്സിലിട്ട് തന്നെയാണല്ലേ നീ സംസാരിക്കുന്നത്? മതിയാക്കിക്കൂടെ നിനക്ക്? ഇപ്പോഴും ഇതൊക്കെ മനസ്സിലിട്ട് ഞങ്ങളോട് എങ്ങനെയാണ് നിനക്ക് പെരുമാറാൻ കഴിയുന്നത്? ഗംഗേട്ടാ, ഞാൻ മനഃപൂർവ്വം പറയണമെന്ന് വിചാരിച്ച് പറയുന്നതല്ല. എൻ്റെ മരണം വരെയും ഈ ചെയ്തതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഒരു പക്ഷേ ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാം മറന്നെന്ന് വരാം. എന്നിരുന്നാലും വൈജ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് എത്ര വന്നാലും ഒരു പഴയ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ കഴിയില്ല. അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. എങ്കിൽ അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ആ പഴയ വൈജയന്തിയെ നിനക്കിപ്പോൾ കാണാൻ കഴിയും. അത് ശരിയാ ഗംഗേട്ടൻ പറഞ്ഞത്. കുറച്ച് മുമ്പ് ഞാൻ കേട്ടിരുന്നു ആ പഴയ വൈജയന്തിയെ മറ്റാരേക്കാളും വലുത് എൻ്റെ മകളാണെന്ന്. ഒരു താലിയുടെ ബലത്തിലാണ് ഞാൻ അവളോട് അധികാരം കാണിക്കുന്നതെങ്കിൽ ആ താലി അറുത്ത് കളയാൻ അവൾ തയ്യാറാണെന്ന്. അല്ലേ? അതല്ലേ ആ പഴയ വൈജയന്തി? ഗംഗാധരൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടിട്ടാണ് അവിടെ ഇരുന്നതെന്ന് ഗംഗാധരന് ഒട്ടും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ബാലചന്ദ്രനോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ഗംഗാധരൻ സ്തംഭിച്ചു പോയി. വീണ്ടും ഗംഗാധരൻ തുടർന്നു. അത് അവൾ പറഞ്ഞതാണ്, പഴയ പോലെ അലീനയെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഞങ്ങൾക്ക് പഴയ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാമെന്ന്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ബാലചന്ദ്രൻ ഇനി അതിന് മുതിരില്ലെന്ന്. അപ്പോഴാണ് അവളത് പറഞ്ഞു പോയത്. അവൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ലല്ലോ. അല്ല, അവൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതുമല്ല പ്രവർത്തിക്കുന്നതുമല്ല. അവൾ പണ്ടും അങ്ങനെ തന്നെയല്ലായിരുന്നു. അവൾ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഞാൻ മാത്രമാണ്. അല്ലേ ഗംഗേട്ടാ?
മതി മതി ബാലചന്ദ്ര, നീ ഒന്ന് ഇതിനൊരു സമാധാനം പറ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ആ സമനില തന്നെ തെറ്റിപ്പോവും. അല്ലെങ്കിൽ അലീനയോടൊന്ന് വൈജയെ വിളിച്ച് സംസാരിക്കാൻ പറയേ. എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത്? ഗംഗേട്ടൻ ഒന്നും ചെയ്യണ്ട. ഈ പറഞ്ഞ ഒരു കാര്യവും ഒന്നും നടപടിയാവില്ലെന്ന് മാത്രം അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്ന് ആലോചിച്ചിട്ട് പിന്നീട് ഗംഗേട്ടന് മറുപടി തരാം, എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും. ബാലചന്ദ്രൻ്റെ വാക്കിൽ അത്രയും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഗംഗാധരൻ താഴേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് സമയം ആ സോഫയിൽ തന്നെ ഇരുന്നു ഗംഗാധരൻ. വൈജയുടെ മുമ്പിലേക്ക് ചെന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവളോട് പറയണമല്ലോ എന്നാലോചിച്ച് ഗംഗാധരന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയം ബാലചന്ദ്രൻ അലീനയെ ഫോണിൽ വിളിക്കുകയായിരുന്നു. അലീനയോട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അലീന പെട്ടെന്ന് ഒരു ഷോക്കാവുകയാണ് ചെയ്തത്. അലീനയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ അമ്മ തരണം ചെയ്തതെന്നറിയാൻ വല്ലാത്ത ആകാംക്ഷയായിരുന്നു. അച്ഛനോട് അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ, അവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാം എന്നോടൊന്ന് വിശദമായിട്ട് എന്നെ പറഞ്ഞു തായോ. എന്താണ് ഇപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ? മോളെ, നമ്മളാരും പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ അവളുടെ ആവശ്യം എന്നിൽ നിന്നും ഡിവോഴ്സ് വേണമെന്നും നിന്നെ അവൾക്ക് വേണമെന്നുമാണ്. പക്ഷേ അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ പറയാതെ നീ അവളിലേക്ക് ചെല്ലില്ലെന്ന്. ഞാനും അതിൽ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നുണ്ട് അലീന, നീ എൻ്റെ ആണെന്ന്. അങ്ങനെ തന്നെയല്ലേ മോളെ? അമ്മയ്ക്കുള്ള വിശ്വാസം പോലും അച്ഛനില്ലാണ്ടായോ? അതത്രേ ഉള്ളൂ അച്ഛ. അച്ഛൻ പറയുന്നതിനപ്പുറം ഇനി ഈ അലീനയ്ക്ക് ആരുമില്ല. അത് എവിടെ നിന്ന് വരുന്ന ആളായാലും അങ്ങനെ തന്നെയാണ്. ഗംഗാധരൻ ആ വിഷയം മാറ്റി അവളിലേക്കൊരു കുസൃതി എന്ന പോലെ ചോദിച്ചു, അതിപ്പോൾ മനുശങ്കറായാലും അങ്ങനെ തന്നെയാണോ? അച്ഛാ വേണ്ട, അങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കാമെന്ന് വിചാരിക്കണ്ട. അച്ഛൻ പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് മനുവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ മനുവേട്ടനൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. ഉവ്വേ, എല്ലാം എനിക്കറിയാം. അവൻ ആരാ മോൻ? അവൻ ലോക കള്ളനല്ലേ. അവൻ ആദ്യം തന്നെ എന്നെ കുപ്പിയിലാക്കി വെച്ചിരിക്കല്ലേ നിൻ്റെ സമ്മതം മേടിക്കാനായിട്ട്. അല്ല അച്ഛാ, അച്ഛൻ എന്നിട്ട് എന്താ തീരുമാനിച്ചിരിക്കുന്നേ? എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ടോ? അതോ അങ്കിള് പറഞ്ഞതുപോലെ അമ്മയ്ക്ക് എന്നെ കാണാനുള്ള സൗകര്യം അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം തൽക്കാലം നിൻ്റെ അമ്മ അവിടെ നീറിപ്പൊകഞ്ഞിരിക്കട്ടെ. കുറേ ഞാനും നീറിപ്പൊകഞ്ഞ് സഹിക്കാൻ പറ്റാതെയാണ് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയത്. അത്രത്തോളമൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും പെട്ടെന്നൊന്നും ഞാൻ നിന്നെ കൊണ്ടുവന്ന് അവളെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് അവിടെ സുഖമല്ലേ? അച്ഛൻ തള്ളിക്കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അച്ഛാ, എനിക്കിവിടെ പരമസുഖമാണ്. ഞാൻ അധികം സുഖമൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ആരിൽ നിന്നും. എനിക്ക് അച്ഛനില്ലേ, എൻ്റെ കൃഷ്ണമോളില്ലേ, പിന്നെ അതിൽ കൂടുതൽ ഇപ്പം ഞാനിനി ആരെയാണ് ആഗ്രഹിക്കേണ്ടത്? എനിക്കാരും വേണമെന്നില്ല. പിന്നെ ഇവിടെ അവിടത്തേക്കാളും ശാന്തിയും സമാധാനവും ഉണ്ട് അച്ഛാ. എല്ലാവർക്കും, ഇവിടെയുള്ള രണ്ടാൾക്കും ഞാൻ ആരാണെന്നും എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും മാത്രമാണെന്ന് തോന്നുന്നു. എനിക്കും ഒരു സമാധാനം തോന്നുന്നുണ്ട്. എന്നോടധികമൊന്നും ഇവിടെ സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ ആ ആൻറ്റി വന്ന് എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കും, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടിങ്ങനെ ചോദിക്കുമെന്ന് മാത്രം. അതുകൊണ്ട് മാത്രം ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നുന്നുണ്ട് എനിക്ക്. കിച്ചണിൽ കയറി ഞാനിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കൽക്ക് കറി. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ട പോലെയൊക്കെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടുത്തെ കുട്ടികൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയൊരു ടെൻഷനുണ്ട്. അവരോടിപ്പോൾ പറയില്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അച്ഛാ. അച്ഛാ, അവിടെ വേറെ ഒരു പ്രശ്നവും വരാതെ അച്ഛൻ തന്നെ നോക്കിയേക്കണേ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്നെ വിളിച്ചറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് അലീന കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയം ഗംഗേട്ടൻ വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വൈജയന്തിയോട് അവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുകയാണ്. വൈജ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്,
അതെന്ത് വർത്താനാണ് ബാലചന്ദ്രൻ ആ പറയുന്നത്? അവനേക്കാളും അധികാരം വൈജയ്ക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ഗംഗാധരന് ദേഷ്യം വന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? അധികാരം പോലും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നിട്ടിപ്പം പറയുന്ന വർത്താനം കേട്ടില്ലേ? ഒരു ന്യായമായ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്കൊന്നും അറിയില്ലാത്ത പോലെയാണല്ലോ. തെറ്റുകാരും കുറ്റക്കാരും നമ്മ തന്നെയാണ് അമ്മേ. ഒരല്പമെങ്കിലും ഒന്ന് താന്ന് നിൽക്ക്, അതെങ്കിലും പഠിക്കെല്ലാവരും എന്ന് പറഞ്ഞ് ഗംഗാധരൻ റൂമിൽ നിന്നും പുറത്തേക്ക് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ്. വൈജ ഗംഗേട്ട പോയതിന് ശേഷം അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഗംഗാധരൻ്റെ ഭാര്യയോട് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പോലും പറ്റില്ല ഏടത്തി എന്നൊക്കെ പറഞ്ഞ് വിഷമം പറയാണ്. ഇതേ സമയം ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനു, അങ്ങനെ അതും സംഭവിച്ചു അല്ലേ അങ്കിളെ? ഞാൻ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് പലപ്പോഴും അങ്കിളുടെ സമ്മതം ഞാൻ ചോദിച്ചത്. ആൻറ്റിയിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നറിയാൻ. ആൻറ്റി അവളെ ചെന്ന് കെട്ടിപ്പിടിച്ചു അങ്കിളെ? ഇല്ലടാ, അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ശിവേട്ടൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും സമയമായിട്ട് താഴേക്ക് പോലും പോയിട്ടില്ല. എൻ്റെ മുമ്പിലേക്ക് വീണ്ടും വൈജ ചാടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവളെ നേരിടാൻ എനിക്കും താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഇത്രയും സമയമായിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ടില്ല. അങ്കിളിന് അലീനയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കായിരുന്നില്ലേ? അവളുടെ അഭിപ്രായവും കൂടി അറിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മനുവിന് അത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പോലും മനസ്സ് അനുവദിച്ചില്ല. അപ്പോൾ അങ്കിള് തന്നെ മനുവിനോട് പറയുന്നുണ്ട്, ഞാനത് അവളോട് ചോദിച്ചു. പക്ഷേ അവളുടെ മറുപടിയിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്, അവളെ ഒന്ന് വാരി പുണരാൻ, ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനെങ്കിലും അവളുടെ മുമ്പിലേക്ക് വൈജയെ വേണമായിരുന്നുവെന്ന്. പക്ഷേ എന്നെ വിഷമിപ്പിക്കാനും അവൾക്ക് കഴിയില്ലല്ലോ മനു. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞത്, എനിക്ക് ആരെയും കാണണ്ട അച്ഛാ, എനിക്ക് എൻ്റെ കൃഷ്ണമോളും അച്ഛനും മാത്രം മതിയെന്നാണ്. ഞാൻ എന്തായാലും അലീനയെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ അങ്കിളെ. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ കൂടി എന്ന് അറിയട്ടെ. എന്നിട്ട് അങ്കിളിനെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മനു കോള് കട്ട് ചെയ്യാണ്. ഉടനെ തന്നെ മനു അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയോട് മനു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താടി പെണ്ണെ, അമ്മയും നിന്നെ അംഗീകരിച്ചു എന്നാണല്ലോ കേട്ടത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ ആൻറ്റിക്ക് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഒരു കുപ്പി പോയിസൺ കൊണ്ടേ കൊടുത്തേനെ. ദേ മനുവേട്ടാ, വല്ലാണ്ട് തമാശ കളിക്കല്ലേ. ഇവിടെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിലേക്ക് അമ്മ വരുന്നായ ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് എനിക്കിപ്പം തന്നെ കയ്യും കാലുമൊക്കെ വിറയ്ക്കുകയാണ്. മനുവേട്ടൻ എല്ലാം തമാശ. എടി, ഇതെന്താടി ഇത്ര ടെൻഷൻ അടിക്കാൻ? അലീന, നീ ബാലചന്ദ്രൻ അങ്കിൾ പറയുന്നത് പോലെ മാത്രം നീ കേട്ടാൽ മതി. അല്ല, എന്താ നിൻ്റെ ആഗ്രഹം? എൻ്റെ ആഗ്രഹം കർത്താവിനറിയാം. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്ര നല്ലൊരു അച്ഛനെ തന്നത്. പിന്നെ എൻ്റെ ബ്രിജിത മമ്മിയുടെ പ്രാർത്ഥനയും. എനിക്ക് ആ ബാലച്ചൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. അത് മാത്രം അനുസരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നിന്നോട് ഇനി ഒരിക്കലും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ അതും ഞാൻ അംഗീകരിക്കും. അതും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് അങ്കിൾ പറഞ്ഞാലോ? അതും എനിക്ക് കുഴപ്പമില്ല. അത് കൊള്ളാം, അതും കുഴപ്പമില്ലെന്നോ? പിന്നല്ലാതെ ഞാൻ എൻ്റെ അച്ഛൻ പറയുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. ദേ പെണ്ണെ, എന്നെ പറ്റിച്ചിട്ട് പോവാനാണ് നിൻ്റെ ഭാവമെന്ന് ഞാൻ നിന്നെ കൊല്ലും ഞാൻ. ഓ ആയിക്കോട്ടെ, കൊന്നോളൂ. അല്ലെങ്കിലും എനിക്ക് മരിക്കാൻ യാതൊരു പേടിയില്ല കേട്ടാ. അല്ല ലീന, ഞാൻ കാര്യത്തിൽ തന്നെയാണ് നിന്നോട് ചോദിക്കണത്. എന്താ നിൻ്റെ തീരുമാനം? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാണ് മനുവേട്ടാ പറഞ്ഞത്. അച്ഛൻ പറയുന്നതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യില്ല. ശരി, എന്നാ നീ ടെൻഷൻ അടിക്കാതിരിക്കേ. നീ ഒരുപാടൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. അങ്കിള് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് അങ്കിള് സംസാരിക്കുന്നത്. എന്തായാലും അത് അങ്കിളിൻ്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മനുവും കോള് കട്ട് ചെയ്യുന്നുണ്ട്. അലീന അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവൾ വന്ന സമയം മുതൽ
അവളോട് അവളുടെ അമ്മ പെരുമാറിയിരുന്നതും എല്ലാത്തിനും തണലായിട്ട് കൃഷ്ണമോളും അച്ഛനും തൻ്റെ കൂടെയുണ്ടായതും ഒരു സംരക്ഷകനായിട്ട് മനുവേട്ടനുണ്ടായ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് സ്റ്റാൻലി അവളുടെ അടുത്തേക്ക് വരുന്നത്. സ്റ്റാൻലി വന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത്? അലീന സ്റ്റാൻലി വരുന്നത് കാണാത്തത് കൊണ്ട് തന്നെ ബാക്കിലൂടെ പെട്ടെന്നുള്ള ഈ ഒരു ചോദ്യം കേട്ട് ഞെട്ടിത്തിരിഞ്ഞാണ് നോക്കുന്നത്. നോക്കുമ്പോൾ കണ്ടത് തൻ്റെ അച്ഛൻ തൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അലീന ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് തുറന്നു നോക്കി. അതെ, അദ്ദേഹം തന്നെയാണ് ചോദിച്ചത്. അലീന ഒന്നുമില്ലെന്ന് കൈകൊണ്ടും കണ്ണുകൊണ്ടും കാണിച്ചു. സ്റ്റാൻലി വീണ്ടും ചോദിച്ചു, ആരോടായിരുന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്? അത് അവിടുത്തെ ശിവൻ അങ്കിളിൻ്റെ മോനോട്. ഓ, മനുശങ്കർ, അറിയാം. എന്താ സംസാരിച്ചിരുന്നത്? അതൊന്നുമില്ല, വെറുതെ നിങ്ങൾ തമ്മിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവന് നിന്നെ ഇഷ്ടമാണോ കല്യാണം കഴിക്കാനായിട്ട്? അത് അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോ? ആ, എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ. അലീനയുടെ മറുപടി കേട്ട് സ്റ്റാൻലി ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിലും ആ മുഖത്തും വിടർന്നത് ഒരുപാട് സന്തോഷമായിരുന്നു എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. എന്തായിരുന്നു, വലിയ കാര്യത്തിലാണല്ലോ രണ്ടാളും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നത്. അതൊന്നുമില്ല, അവിടെ വീട്ടിൽ അമ്മ അറിഞ്ഞൂന്ന് ഞാൻ മകളാണെന്ന്. അതെയോ? അതെന്താ പെട്ടെന്ന്? അത് ഇവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോരാൻ വന്നല്ലോ. അപ്പം നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ അമ്മക്ക് സംശയമായി. അമ്മ എല്ലാവരോടും ഒരേ കാര്യങ്ങളിങ്ങനെ വിളിച്ചു ചോദിച്ച് അന്വേഷിച്ചറിഞ്ഞതാണ്. അമ്മ ഗംഗാധരൻ അങ്കിളിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കണമെന്നും അമ്മയ്ക്ക് എന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര വാശിയാണ്. ഇവിടെ എന്തായാലും നിർത്താൻ എന്നെ സമ്മതിക്കില്ലെന്നാണ് അമ്മയുടെ വാശി. അതെന്താ അങ്ങനെ ഒരു വാശി? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു വാശി അമ്മയ്ക്ക് കൊടുക്കാൻ മാത്രം അധികാരമുണ്ടോ നിൻ്റെ അടുത്ത്? ആ ചോദ്യം കേട്ട് അലീന ഒരു നിമിഷം ആ മുഖത്തേക്ക് ഒന്ന് നോക്കി. അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സ്റ്റാൻലിയെ കണ്ടതും അലീനയ്ക്ക് നെഞ്ചൊന്ന് പിടച്ചു. അച്ഛനാണ് ആ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചത്. അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും സ്റ്റാൻലി പറഞ്ഞു, എന്തിനാ കൊണ്ടുപോയിട്ട്? വീണ്ടും ഇനി എന്തെങ്കിലും പോയിസനൊക്കെ തന്ന് കൊല്ലാനോ? അല്ലെങ്കിൽ ഇനി വല്ല ഗ്യാസൊക്കെ തുറന്നിട്ടിട്ടായാലും അവൾക്ക് ഓരോ പ്രയോഗങ്ങൾ നടത്താവുന്നതല്ലേ ഉള്ളൂ. അയ്യോ, അത് അമ്മയല്ല അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. അത് ബബിതയാണ്. എനിക്കെല്ലാം അറിയാം കുട്ടി, എന്നോടെല്ലാം പറഞ്ഞിരുന്നു ബാലചന്ദ്രൻ. അത് അവളുടെ സമ്മതത്തോടു കൂടി തന്നെയല്ലേ ചെയ്തത്. ഒരമ്മയ്ക്കും ഒരു കുഞ്ഞുങ്ങളോടും ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പൂർണ്ണത എത്തിയ ഒരമ്മയാണെങ്കിൽ. അവളപ്പോൾ വല്ലാത്ത വാശിയിൽ തന്നെയാണല്ലോ. എങ്ങോട്ട് കൊണ്ടുപോയാലും എവിടെ നിർത്തിയാലും ഇവിടെ നിർത്തില്ലെന്നൊക്കെ ഉള്ള വാശി. അതവൾക്ക് അത്ര നല്ലതല്ല. ഇനിയിപ്പോൾ എൻ്റെ ഒരു തീരുമാനം കൂടി ഞാൻ പറയാം. ബാലചന്ദ്രനോട് ഞാൻ സംസാരിച്ചോളാം. ബാലചന്ദ്രനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. അദ്ദേഹത്തോട് മാത്രമേ എനിക്ക് സംസാരിക്കേണ്ടതുള്ളൂ. കാരണം അത്രയും മാന്യതയുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് മാത്രം. നിന്നെ കിട്ടാൻ വേണ്ടി വൈജ ഏതറ്റം വരെയും പോയാലും അതിൻ്റെ മറു അറ്റത്തേക്ക് ഞാനും പോകുമെന്ന് അവിടെ നിന്നും ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നീയൊന്ന് പറഞ്ഞേക്കേ. അതും ബാലചന്ദ്രൻ്റെ സമ്മതത്തോടു കൂടി മാത്രം. ഇത് കേട്ട് വന്ന ആൻസി സ്റ്റാൻലിയെയും അലീനയെയും മാറി മാറി നോക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് പോയി ആൻസി അലീനയെ തന്നെ നോക്കുകയാണ്. അലീന ഇത് കേട്ട് വല്ലാതെ പേടിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആൻസി പറയുന്നുണ്ട്, അത് ആ വാശിപ്പുറത്ത് പറഞ്ഞതായിരിക്കും. മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, കുരിശ് വരച്ച് പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ആൻസിയും അകത്തേക്ക് തന്നെ പോവുകയാണ്. അലീന അവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു. താൻ ഇത്രയും കാലം അമ്മയുടെ മുമ്പിലുണ്ടായിട്ടും തന്നെ അമ്മ മനസ്സിലാക്കുകയോ സ്നേഹിക്കുകയോ എന്തിനേറെ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിരുന്നില്ല.
എന്നാലിപ്പോൾ താനില്ലെന്ന് മനസ്സിലായപ്പോൾ അമ്മയ്ക്ക് തന്നെ കാണാൻ മറ്റുള്ളവരുടെ അനുവാദം മേടിക്കേണ്ട അവസ്ഥയും. എന്തൊരു വിധിയാണ് തൻ്റേത്. ഇതേ സമയം ആൻസി ചെന്ന് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി ചായൻ എന്തൊക്കെയാണ് ആ കുട്ടിയോട് പറഞ്ഞിട്ട് പോകുന്നത്. ആ കുട്ടി ആകെ പേടിച്ച് നിൽക്കുകയായിരുന്നു, പാവം. ഒരു സമാധാനത്തിനൊക്കെ പറഞ്ഞൂടെ ചായ? ഇത്രയും കാലം അവൾ ആ വീട്ടിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചാണ് ജീവിച്ചു പോകുന്നതെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടും എന്തിനാണ് അതിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ആൻസി, ഞാൻ അവളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തല്ല സംസാരിച്ചത്. നീ കേട്ടില്ലേ അവൾ പറഞ്ഞത്? അവളൊന്നും ചിന്തിക്കാതെ എന്നോട് പറഞ്ഞു പോയതാണത്. അവൾ ഇവിടെ വന്നിട്ട് ഇന്നേ വരെ, ഈ നിമിഷം വരെ അവൾ എന്നെ അച്ഛ എന്നോ പപ്പ എന്നോ വിളിച്ചിട്ടില്ല. ബാലചന്ദ്രനെ അവൾ വിളിക്കുന്നത് കേട്ടില്ലേ, അച്ഛനെന്ന്. അവളത് എത്രയോ സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. നീ അത് കേട്ടിരുന്നോ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? വൈജ അവളോട് കാണിച്ച ക്രൂരതകൾക്ക് അവൾക്ക് ആകെ ഒരു ആശ്രയമുണ്ടായത് ബാലചന്ദ്രൻ മാത്രമാണ്. എന്നിട്ടും ഇത്രയൊക്കെ അറിഞ്ഞിരുന്നിട്ടും അവൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സാമർത്ഥ്യവും വാശിയും കേട്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അത്രയൊക്കെ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട് ആൻസി, നീയും ബാലചന്ദ്രനും സമ്മതിക്കുകയാണെങ്കിൽ ഒരിക്കലും വൈജയ്ക്കിൻ്റെ കൺമുമ്പിൽ പോലും അലീനയെ ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല. വൈജയ്ക്ക് മുമ്പിൽ പൊരുതി അലീനയെ സ്വന്തമാക്കാൻ സ്റ്റാൻലിയും ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.